മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിയൽ ലൈഫ് വെറിത്തരം കാണണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകണം. തമിഴ്നാട്ടിൽ വിജയ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സാഹചര്യത്തിൽ വിജയ് തമിഴ്നാട്ടിലെ ഓരോ ഇടങ്ങളിലും വിജയത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രചരണത്തിനും ഇറങ്ങിയപ്പോഴും പല പല പ്രശ്നങ്ങളാണ് വിജയെ തേടി എത്തിയത്. ഏറ്റവും ഒടുവിൽ ഇതാ കഴിഞ്ഞ ദിവസവും പോലും വേളാങ്കണ്ണി പള്ളിയിൽ വിജയ് എത്തുമെന്ന് പറഞ്ഞ വിജയുടെ ആരാധകരും പാർട്ടി നേതാക്കളും ഒക്കെ അവിടെ എത്തി വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോൾ പറഞ്ഞു വിജയ് തോൽക്കാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഈ നീക്കം? DMK അല്ലാതെ മറ്റാര് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ അതുപോലെ തന്നെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ചായ കുടിക്കാൻ കയറുന്നു, ഓട്ടോയിൽ സഞ്ചരിക്കുന്നു, അങ്ങനെയുള്ള DMKയുടെ എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ മാറിക്കൊണ്ട് ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ DMKയുടെയും ഒരു ചങ്കെടുപ്പ് കൂടിയത് അക്ഷരാർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലം മുന്നിൽ കണ്ടാണ്. TVK വിജയിക്കും അല്ലെങ്കിൽ സീറ്റ് ഒരുപാട് പിടിക്കുമെന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ മുതൽ DMKയ്ക്ക് ഒരു പതറൽ ഉണ്ടായിരുന്നു. എന്നാൽ വിജയിക്കുക മാത്രം അല്ലെങ്കിൽ സീറ്റ് എടുക്കുക മാത്രമല്ല മുഖ്യമന്ത്രി ആയി വിജയ് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ദ്രാവിഡ വെട്രിക്കഴകം ദ്രാവിഡ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി കുതിച്ച് വിജയ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ലീഡ് ഉയർത്തുന്ന ഒരു ഘട്ടമാണ് വിജയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുന്നു. ആദ്യഘട്ട ഫലസൂചനകൾ പ്രകാരം 103 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന TVK, DMK, AIDMK സഖ്യങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഈ മുന്നേറ്റം ദ്രാവിഡ പാർട്ടികളുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ വരുത്തി എന്നുള്ളതാണ്. മാത്രവുമല്ല ഭരണകക്ഷിയായ DMK സഖ്യം 53 സീറ്റുകളിലും AIDMK സഖ്യം 78 സീറ്റുകളിലുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു അട്ടിമറിക്കാണ് നിലവിൽ കളം ഒരുങ്ങുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ചെന്നൈ നഗരമൊഴികെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും DMK സഖ്യത്തെ പിന്നിലാക്കാൻ TVKയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ കോട്ടയായ പടിഞ്ഞാറൻ തമിഴ്നാട്ടിലും വടക്കൻ തമിഴ്നാട്ടിലും AIDMK മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തുടനീളം TVK കരുത്തുകാട്ടുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. TVKയുടെ ഈ മുന്നേറ്റം DMK, AIDMK എന്നീ ദ്രാവിഡ പാർട്ടികളുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്, വോട്ട് വിഹിതം പിടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് വിജയുടെ ഈ മകഴ്ചി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 32% വോട്ട് വിഹിതത്തോടു കൂടി DMK സഖ്യത്തിനൊപ്പമാണ് നിലവിൽ വിജയുടെ പാർട്ടി. AIDMK സഖ്യത്തിന് 30% വോട്ട് വിഹിതം. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. നിലവിലെ ട്രെൻഡുകൾ തുടരുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി DVK മാറാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തമിഴകം ഉറ്റുനോക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗപ്പിറവിയാകാനാണ് സാധ്യത എന്നുള്ളതാണ് വരും മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വിജയുടെ റിയൽ ലൈഫ് വെറുത്തനം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും ഒടുവിൽ തമിഴകത്ത് വിജയി തരംഗം തന്നെയാണ്. DMK ഞെട്ടിച്ചുകൊണ്ട് TVKയുടെ കുതിച്ചുചാട്ടമാണ് വരുന്നത്. എക്സിറ്റ് പോളുകൾക്ക് മുകളിൽ പറന്ന വിജയ് എഫക്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തമ്പി കീഴെ ഇറങ്ങുപ്പ വിജയെ വെറുതെ വിടാതെ ബേസിലും പലരും പലതരത്തിലും വിജയെ കളിയാക്കിയിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ TMK വിറപ്പിച്ച് TVKയുടെ കുതിപ്പ് തുടരുന്നു എന്ന് വ്യക്തമാവുകയാണ്.